അടുത്ത വർഷവും നമുക്ക് ദുഃഖവെള്ളിയാഴ്ച കരയാം, ഈസ്റ്ററിന് കള്ളം കുടിക്കാം. ഞാൻ കളിയാക്കൊന്നുമല്ല. ഹൃദയത്തിന് അസാധാരണമായിരിക്കുന്ന വേദനയുണ്ട്. നിങ്ങൾ സത്യമൊന്നും അറിയണം പ്രിയപ്പെട്ടവരെ. ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കിക്കേ, ക്രിസ്തു എന്തിനാണ് മരിച്ചത്? ഇത് മാത്രം ഞാനിവിടെ പറഞ്ഞു നിർത്തിയാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞാനിവിടെ 2-3 വട്ടം ഇതേ ഭാഗത്ത് നിന്ന് പ്രസംഗിച്ചിട്ടെങ്കിലും ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കുക പ്രിയപ്പെട്ടവരെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് അവൻ 2 കള്ളന്മാരുടെ മധ്യേ ഒരു കള്ളനെ പോലെ ക്രൂശിൽ കഷ്ടമേറ്റ് മരിക്കുമ്പോഴും നോക്ക്, അവനെ ആ ഗോൽഗോഥ മലമുകൾ തൂക്കിയിടുമ്പോഴും അതുവഴി കടന്നുപോയ ജനങ്ങളും കണ്ടിരുന്ന ജനങ്ങളും പറഞ്ഞു, മന്ദിരം പൊളിച്ച് 3-ാം നാൾ പണിയുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് അവന്റെ മുഖത്തും അവന്റെ തുപ്പുന്ന രീതിയിലും നിലത്തും തുപ്പിക്കൊണ്ട് കടന്നു പോകുമ്പോൾ 2 കള്ളന്മാരുടെ മധ്യ ഒരു കള്ളനെ പോലെ സകല മനുഷ്യരുടെ മുമ്പിൽ അവൻ തൂക്കപ്പെടുമ്പോഴും ഇത്രമാത്രം അവൻ അപമാനവും നിന്നമേറ്റതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും എന്നിട്ടും പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും നമ്മളെ കർത്താവിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോക സ്നേഹത്തിലേക്ക് പോകുന്നതിന്റെ കാര്യം എന്താണ്?